കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം ഓർപ്പിക്കുക. പ്രാർത്ഥനയോടും ദൈവാസികത്തോടു കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 145 സങ്കീർത്തനം അതിൻ്റെ 18, 19 വാക്യങ്ങൾ. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ഈ വിളിച്ചപേക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്, അല്ലേ? പ്രാർത്ഥനയ്ക്ക് വേദപുസ്തകത്തിനകത്ത് പല രീതികൾ, പല വാക്കുകൾ, പല പ്രയോഗങ്ങൾ, ഭാഷാപ്രയോഗങ്ങൾ വേദപുസ്തകത്തിനകത്ത് നൽകിയിട്ടുണ്ട്. അതിലൊന്നാണ് വിളിച്ചപേക്ഷിക്കുക. പുതിയ നിയമത്തിൽ യാചിക്കുക, നിലവിളിക്കുക ഒക്കെ. ഇങ്ങനെ പലതും പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇപ്പോൾ ഹന്നാ ദൈവത്തോട് നിലവിളിച്ചു. കരച്ചിലിനും പ്രാർത്ഥനയ്ക്കും തമ്മിലൊരു കണക്ഷനുണ്ട്. ദാവീദ് ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ട്, കരയുവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞില്ല വിഷയങ്ങളുടെ നടുവിൽ, അങ്ങനെയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇതെല്ലാം പ്രാർത്ഥന എന്ന വിഷയവുമായിട്ട് കണക്റ്റഡാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത് യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, അടുത്ത് പറയുന്ന ഭാഗം ശ്രദ്ധിക്കണം, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥൻ ആകും. അപ്പം എങ്ങനെ വിളിച്ചപേക്ഷിക്കുന്നവർക്കാണ് ദൈവം സമീപസ്ഥനാകുക? എന്താ ഈ സമീപസ്ഥൻ എന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത്, അല്ലേ? ഒരാശ്വാസവുമായിട്ടല്ലേ? നമ്മളിപ്പോൾ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, പ്രയാസത്തിൻ്റെ നടുവിലൊക്കെ നമ്മളായിരിക്കുന്ന സമയത്ത് നമ്മുടെ അടുക്കൽ ഒരാൾ വന്നിരുന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്നതും, അല്ലാതെ ദൂരത്തിരുന്നു കൊണ്ട്, ഇപ്പോൾ നമുക്കറിയാം പല മാധ്യമങ്ങളുണ്ടല്ലോ, വീഡിയോ കോളോ ഫോൺ വഴിയോ ഒക്കെ നമ്മളെ വാക്കുകൊണ്ട് ആശ്വസിപ്പിച്ചെന്ന് വരാം. പക്ഷേ അടുത്ത് വന്നിരുന്ന ആ പ്രസൻസിനോട്, അല്ലെങ്കിൽ ആ സാന്നിധ്യത്തോട്, അല്ലെങ്കിൽ ആ ഒരു സ്പർശനത്തോടുകൂടെയുള്ള ആശ്വാസവാക്ക് എന്ന് പറയുന്നത് വളരെ അനുഗ്രഹീതമാണെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. സമീപസ്ഥൻ ദൈവം നമ്മുടെ സമീപത്തിരുന്ന് നമ്മളെ ആശ്വസിപ്പിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ വിളിക്കണം? സത്യമായിട്ട് നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിപ്പാനിടയാകണം. എങ്ങനെ ഈ സത്യമായിട്ട് വിളിച്ചപേക്ഷിക്കുക എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കേണ്ടത്? ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന്, നമുക്കറിയാം, പറ്റിപ്പ് കൂടാതെ വിശ്വസ്തതയോടെ, ആത്മാർത്ഥതയോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതിന് പറയുന്ന പേരാണ് സത്യമായിട്ട് വിളിച്ചപേക്ഷിക്കുക. ഒന്നുകൂടെ നമ്മൾ ഇറങ്ങി പറഞ്ഞാൽ, കള്ളത്തരമില്ലാതെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക എന്നുള്ളത് സ്തോത്രം, അതാണ് ദൈവം നമ്മുടെ സമീപത്തിറങ്ങി വന്ന് നമ്മളെ എന്തെയും രക്ഷിപ്പാനിടയാകും. അപ്പം സത്യമായിട്ട് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ അവൻ നമുക്ക് സമീപസ്ഥനായിട്ട് ഇറങ്ങി വരുമെന്നുള്ളതാണ് തിരുവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? അടുത്ത് പറയുന്ന ഭാഗം എന്നതാ? തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. ഓക്കെ, അവരുടെ നിലവിളി കേട്ടവരെ രക്ഷിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, സത്യമായി വിളിച്ചപേക്ഷിച്ചാൽ അതിന് എന്തുണ്ട്? സ്തോത്രം, ദൈവം നമുക്ക് സമീപസ്ഥനായിട്ട് വരും. 2, ഭക്തന്മാരുടെ ആഗ്രഹത്തെ അവൻ എന്ത് ചെയ്യും? സാധിപ്പിക്കും. അടുത്ത് പറയുന്നത് അവരുടെ നിലവിളി കേട്ട് രക്ഷിക്കും. അപ്പം ഒന്ന്, ദൈവത്തിൻ്റെ ഭക്തന്മാരെ ദൈവത്തിന് ഇഷ്ടമാണ്, അല്ലേ? ഭക്തിയോടെ നിൽക്കുക. എന്തുവാ ഈ ഭക്തി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കേണ്ടത്? ഇന്ന് നമ്മുടെ വിശ്വാസ മേഖലകൾക്കകത്ത്, ആത്മീക മേഖലകൾക്കകത്ത് ഭക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാലത്തിലാണ്. ഈ ഭക്തി എന്ന വാക്കിനകത്ത് ഒരുപാട് അർത്ഥവ്യാപ്തിയുണ്ട്. സ്തോത്രം. ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ, നമ്മൾ ഏത് വിഷയത്തോട് ബന്ധിച്ചിരിക്കുന്നു ആ വിഷയത്തിൽ നമ്മൾ ഏകാഗ്രത കൊടുക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. അതിന് പലപ്പോഴും പല സിംബലുകൾ നമുക്കുണ്ട്. ചിലപ്പോൾ നമുക്കറിയാം ക്രൈസ്തവ വിഭാഗത്തിൽ തന്നെ വിവിധ മേഖലകളുണ്ട്, അല്ലേ? ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ ചിലപ്പോൾ പള്ളികൾ കാണുമ്പോൾ മുഴങ്കാൽ നിൽക്കുന്ന ഒരാൾക്കാരുണ്ട്, ഇല്ലെങ്കിൽ നെഞ്ചി തൊട്ട് ഇങ്ങനെ നമസ്കരിക്കുന്ന ആൾക്കാരെ നമുക്കായിട്ട്. ഇതൊക്കെ ഭക്തിയുടെ ലക്ഷണങ്ങളാണ്. ഫുള്ളായിട്ട് ആ കോൺസെൻട്രേഷനിലേക്ക്, ആ ഏകാഗ്രതയിലേക്ക് അവർ വഴിമാറുന്നു എന്നുള്ളതാണ്. എന്നാൽ ദൈവമക്കളുടെയിൽ അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മുടെ എല്ലാം പ്രാർത്ഥനകൾ, ആരാധനകളൊക്കെ കടമ നിർവഹണങ്ങളായിട്ട് മാറുന്നത്. അവിടെയാണ് ദൈവപ്രവർത്തികൾ വെളിപ്പെടാതെ പോകുന്നത്. നമ്മുടെ ഭക്തിയോടുള്ള പ്രാർത്ഥനകൾ, ഭക്തിയോടുള്ള നിലവിളി, ഭക്തിയോടുള്ള ആരാധന ഏത് കഷ്ടത്തിൽ നിന്നും, ഏത് പ്രതിസന്ധിയിൽ നിന്നും അവൻ നമ്മെ രക്ഷിപ്പാൻ തക്കവണ്ണം ഇടവരും. അതുകൊണ്ട് ഭക്തിയോടെ സ്തോത്ര ദൈവസേനയെ ആയിരിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അല്ല, നിലവിളിക്കുന്നത് സത്യമായിട്ട് നിലവിളിച്ചാൽ അവൻ നമുക്ക് സമീപസ്ഥനായിട്ട് ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടവരും. സ്വർഗം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ
തരികയാണ്. അവിടെ നിന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചാട്ട് ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും. എല്ലാം മഹത്വം കർത്താവിന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.